നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മണിക്കുട്ടനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ അവൻ്റെ കാര്യത്തിന് വേണ്ടി ഇപ്പം വേർത്ത് കുളിച്ചിപ്പോൾ ഇരിക്കുകയാണ് ഞാൻ. ഇന്നലെ ഇപ്പോൾ 2 ദിവസമായിട്ട് മണിക്കുട്ടനിലൊരു ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. അത് അവന് ദിവസം ഒരു പ്രാവശ്യം കാണും, വല്ലപ്പോഴും വരും. അപ്പോൾ അതുപോലെ തന്നെ ഒരു പറക്കാനൊരു ബുദ്ധിമുട്ട് പോലെ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിരുന്നു. അപ്പോൾ അവനെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് എന്തുവാന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവാറായപ്പോൾ അവന് എത്തി, അവിടെ മരത്തേലിരിക്കുന്നു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ വന്നു. തന്നെയാണ് ഇവൻ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ അടുത്ത് വലിയ അടുപ്പം ഇല്ലായിരുന്നു. പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവൻ പറന്നു പോകും. ഞങ്ങളോർത്ത് ഞങ്ങളുടെ അടുത്ത് എന്തോ അകലിച്ച കാണിക്കുന്നതാന്ന്. പക്ഷെ അങ്ങനെ അല്ല, അവൻ്റെ ചിറകിൻ്റെ അവൻ എന്തോ ഒരു വൈകാരികയായിരുന്നു അത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ അവനെ പിടിച്ചു നോക്കിയപ്പോൾ അവൻ്റെ റൈറ്റ് സൈഡിലെ ചിറകിൻ്റെ അടിയിലൊരു മുറിവുണ്ട്. ആ മുറിവ് കൊണ്ടൊക്കെ ഉള്ള വേദന കൊണ്ടോ പ്രശ്നം കൊണ്ടോ ആയിരിക്കും അവർ, പക്ഷെ അവൻ നമ്മളടുത്തോട് അടുത്ത് വരാതിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ അത് ബെറ്റാഡിനൊക്കെ തേച്ചു. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ മാറുമെന്ന്. വൈകുന്നേരം ആയപ്പോഴത്തേന് അവനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പം അന്നേരത്തെ അവൻ്റെ ആ സിറ്റുവേഷൻ എനിക്ക് നിങ്ങളെ ഒന്നും കാണിക്കാം. ഇന്നലെ രാത്രി ഞങ്ങൾ അവനെ തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിയിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ പേര് ഇതുവരുന്നു വെക്സ് ആൻഡ് പെറ്റ്സ്. അപ്പോൾ അവിടെ 24 മണിക്കൂറും ഡോക്ടേഴ്സ് ഉണ്ട്. അവിടെ ഇന്നലെ രാത്രി ഞങ്ങൾ അവനെ കൊണ്ടുപോയി അവന് പരിശോധിച്ചു. അവൻ്റെ വെയിറ്റൊക്കെ നോക്കി അവന് കൊടുക്കാൻ വേണ്ടി ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളിക തന്നു. ഈ ഗുളിക പകുതി മുറിച്ച് 10 ml വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് അതിൽ 1 ml വെള്ളം കൊടുക്കാൻ പറഞ്ഞു ഒരു ദിവസം. പിന്നെ ഒരു ഡ്രോപ്സ് തന്നു. അപ്പോൾ ഈ ഡ്രോപ്സ് ഇന്നലെ വൈകിട്ട് കൊടുത്തു, ഗുളികയും കൊടുത്തു. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ അവന് ബക്കറ്റ് ഇരിക്കുന്നേ ഉള്ളൂ, അവനെ ഞങ്ങൾ വെളിയിൽ ഇറക്കിയില്ല. രാവിലെ ഇച്ചിരി തണ്ണിമത്തം കൊടുത്തു, അത് കഴിച്ചു. 2 പില്ല് ഇതിനകത്ത് നമ്മൾ സിറിഞ്ചിനകത്ത് വെള്ളവും കുടിച്ചു. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഭക്ഷണം ഒന്നും കൊടുക്കാതെ എങ്ങനെയാണ് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ഗുളിക അതേ ഞാൻ കലക്കി വെച്ചിരിക്കുക. 10 ml വെള്ളത്തിൽ ഞാൻ കലക്കി വെച്ചിരിക്കുക. ഇതിൽ നിന്ന് ഇനി 1 ml വെള്ളം അവന് കൊടുക്കണം. അവൻ്റെ മുറിവേൽ ഞങ്ങൾ മരുന്നിട്ടു. പക്ഷേങ്കിൽ അവന് അത്ര ഒരു ഹാപ്പി അല്ല അവൻ്റെ കണ്ടീഷൻ കണ്ടിട്ട്. അവനെ നിൽക്കാനൊന്നും പറ്റുന്നില്ല ബക്കറ്റിനകത്ത്. അവനതിങ്ങനെ വീണ് പോകുന്നു. എന്തോ സിന്ധുവിനൊക്കെ ഭയങ്കര സങ്കടം രാവിലെ തൊട്ട്. ഈ വീഡിയോ പിടിച്ചോണ്ടപ്പോൾ തന്നെ ഞാൻ ഇടയ്ക്ക് എന്തോ ഭയങ്കര വിഷമമായിട്ട് കട്ട് ചെയ്ത് ഇപ്പോൾ രണ്ടാമതെടുക്കുക. നിങ്ങൾക്കൊക്കെ അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. അപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാതെ ഞാൻ അവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇന്നലെ ഞങ്ങൾക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, കാരണം അന്നേരത്തെ വെപ്രാളവും കാര്യവും. കാരണം ഇവനെ പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. വീഡിയോ പിടിക്കണമെന്നോ യൂട്യൂബിൻ്റെ കാര്യം എല്ലാം നമ്മളങ്ങ് മറന്നു. പിന്നെ ഇപ്പോഴാണ് നിങ്ങളെ കാണിക്കണം. നിങ്ങളും അവനെ ഒരുപാട് എല്ലാവരും സ്നേഹിക്കുന്നതല്ലേ, അപ്പം നിങ്ങളും ഒക്കെ അറിയണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം രാവിലെ തന്നെ ഒരു വീഡിയോ പിടിക്കാമെന്ന് വെച്ചത്. ഞാൻ അവനെ ഒന്ന് കാണിക്കാം. അപ്പോൾ അവൻ്റെ ഇന്നത്തെ ഓരോ മൂവ്മെൻറ്റും കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. കാരണം അവന് എന്നെ അടുത്ത് ഭയങ്കര ഒരു അടുപ്പമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കും അതൊരു വിഷമമായി. ഇപ്പം ഒരുമാതിരി കുഞ്ഞുങ്ങളടുത്ത് ഇരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് അവൻ ഇരിക്കുന്ന അടുത്തോട്ട് വരുമ്പോൾ വല്ല കുട്ടികൾക്കൊക്കെ ഒരു വയ്യാഴി വരുമ്പോൾ അവർ അമ്മയടുത്ത് എങ്ങനെ അതുപോലെയാണ് അവനിപ്പോൾ എൻ്റെ അടുത്ത് കാണിക്കുന്നത്. അപ്പം അവനെ ഒന്ന് കാണാം നമുക്ക്. അവന് ആൻറ്റിബയോട്ടിക് മരുന്നാണ് കൊടുക്കാമേ. കേട്ടോ എന്തോ വേണ്ട തുണി എടുത്ത് വെക്കാം. ഇന്നലെ അവനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്ന ബക്കറ്റാണ്. അപ്പോൾ ആ ബക്കറ്റിൽ ഇന്നലെ രാത്രി അതിനകത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞതേ ഇവനെ 7 ദിവസം അടുപ്പിച്ച് ആൻറ്റിബയോട്ടിക് കൊടുക്കണം. അതുകൊണ്ട് 7 ദിവസം പുറത്ത് വിടരുതെന്ന് പറഞ്ഞു. അന്ന് മരുന്ന് ഈ വെയിലടിച്ചും ചൂടടിച്ചും ഒരു പക്ഷേങ്കിൽ വീണ്ടും ഈ ഇൻഫെക്ഷൻ ഇത് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 7 ദിവസത്തേക്ക് അവനെ കൂട്ടിന് പുറത്ത് വിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കൂട്ടിനകത്ത് നമ്മുടെ മണിക്കുട്ടൻ്റെ കൂട്ടിനകത്താണ് മറ്റേ ചീരു കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവനെ ഞങ്ങൾ അവൻ്റെ കൂട്ടിനകത്തോട്ട് ഇടുക. അത് ചെറിയ കൂടാ എങ്കിലും ഇവൻ അതിനകത്ത് സ്വസ്ഥമായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അവനെ അല്ലാതെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവൻ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലും അപ്പോൾ പിന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക് ഒന്നും അവന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതേ ഇരിക്കുന്നുണ്ടോ, അവന് ഒട്ടും വയ്യ. അവൻ ഇങ്ങനെ ഇരിക്കുന്നതല്ല, നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതല്ല. അവൻ വയ്യ കേട്ടോ. എന്നാക്കള് മോനെ ചിറകിൻ്റെ ഇതാ കണ്ടോ.
ഇവിടെ മുറിവുണ്ടായത്. ഇതിപ്പോൾ എന്തെങ്കിലും ഇതിപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് വെറ്റാഡിൻ തേച്ചിരിക്കുക, മരുന്ന് തേച്ചിരിക്കുക. ഇപ്പോൾ രാവിലെ ആൻറ്റിബയോട്ടിക് മരുന്ന് കൊടുക്കാൻ പോവാം. വയ്യാഴിക വരുന്ന സമയത്ത് ഈ തലയിൽ ഇവിടുത്തെ രോമം ഇങ്ങനെ മേപ്പോട്ട് പൊങ്ങി വയ്ക്കുന്നു. വേദനയോ എന്തെങ്കിലും ഇതിന് വേറെ വല്ലതും കിളി വല്ലതും കൊത്തിയതാണോ വേറെ വല്ലതും പിടിക്കാൻ നോക്കിയതാണോ എന്നറിയത്തില്ല. അണിക്കുട്ടോ നല്ല പറ്റിയടാ. മാറും, എല്ലാം മാറും. മരുന്ന് കഴിക്കാം. ആൻറ്റിബയോട്ടിക് കൊടുത്തു. ഇനിയിപ്പോൾ ഡ്രോപ്സ് ഉണ്ട്, അത് 2 തുള്ളി കൊടുക്കാനാണ് പറഞ്ഞു. ഇതോടെ മോനെ അതുകൂടെ പിടിച്ചോ. ആന്റിബയോട്ടിക്കിന്റെ അത് കയ്പറിഞ്ഞു, അതുകൊണ്ടാ ഇപ്പൊ വാ കിടക്കാം. നമുക്ക് കുറച്ച് മീൻ കഴിക്കാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ശകലം ആ മീൻ വേവിച്ച് വെച്ചിരിക്കുന്ന എന്നാടാ പറ്റിയേ. അവന് നിൽക്കാൻ പറ്റുന്നില്ല, അവൻ്റെ കാലിന് ബലമൊന്നുമില്ല. അവനിങ്ങനെ അതിനകത്തൊക്കെ വീഴുക നിൽക്കാൻ നോക്കുന്ന സമയത്ത്. എന്തായാലും അവനെ മറ്റേ കൂട്ടിലൊന്ന് വെച്ച് നോക്കട്ടെ. ഇനി കമ്പയിലെങ്ങാനും പിടിച്ചിരിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവനെ മറ്റേ കൂട്ടിലൊന്ന് വെച്ച് നോക്കട്ടെ. എനിക്കോട്ടാ മീൻ കൊടുക്കുക. കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അവന്റെ ഉള്ളിലുള്ള അസുഖങ്ങളൊന്നും അല്ല, ഇത് പുറമേ ചിറകിന് എന്തോ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഇൻഫെക്ഷനാ. പതുക്കെ വിശപ്പ് മതിയോ? ഇനി കുറച്ച് കഴിഞ്ഞ് ഇനിയും കുറച്ച് കഴിക്കാം കേട്ടോ. അവനെ എടുത്ത് അപ്പുറത്തെ കൂട്ടിനകത്തോട്ട് വെക്കാം നമുക്ക്. മോനെ മണിക്കുട്ടോ, എന്തോ കുഞ്ഞു നോവാവൊന്നും ഇല്ലല്ലോ, എല്ലാം പെട്ടെന്ന് മാറും കേട്ടോ. അവനങ്ങ് എന്തോ ഒരു കൊഞ്ചര് പോലൊക്കെ ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. മോനെ മണിക്കുട്ടാ കേക്കട്ടെ. ഒരു കൊഞ്ചല് കണ്ടോ അവന് എന്നെ. പാവം. ഇങ്ങോട്ട് തിരിച്ചിരുന്നോട്ട്. അങ്ങനെ വലിയ കൂട്ടിനകത്ത് വെച്ചാല് പറക്കാൻ നോക്കും അവന്. അപ്പൊ അവന്റെ ചിറകൊക്കെ ചെന്ന് അടിക്കും, അതുകൊണ്ടാണ് ഇതിനകത്ത് വെച്ചത്. മറ്റേ കൂട്ടിനകത്ത് ചാരു കിടക്കുവാ ഇപ്പോഴും. ഇരിക്കാൻ വയ്യ. അവന്റെ ആ ചിറകിന്റെ പ്രശ്നം കൊണ്ട് ആ കാലിനും ഇപ്പൊ എന്തോ ഒരു ബലക്കുറവുണ്ട്. അല്ല, താഴെ ഇരുന്നോളൂ, തുണിയെ വെച്ചാ മതി. തുണിയെ വെക്ക. കമ്പം കെടുത്തേ. ആണോ? തുണി അങ്ങോട്ട് ഇട്ടാര്. തുണി അങ്ങോട്ട് ഇടുന്നെങ്കിൽ അവനെ ഇങ്ങോട്ട് എടുക്കണ്ടേ. മോള് വേണ്ട, വെളിയിൽ ഫോൺ വിളിക്കുമായിരുന്നു. അപ്പം മോള് വിളിക്കുമായിരുന്നു, അവളോട് സംസാരിക്കുമായിരുന്നു. മണിക്കുട്ടന്റെ കാര്യം വിളിച്ചു അവളിങ്ങനെ ചോദിച്ചോണ്ടേ. മണിക്കുട്ടൻ ഇപ്പം വേണ്ടേ കൂട്ടിനകത്തോട്ട് കയറ്റു അവനെ, വേറെ കൂട്ടിനകത്ത്. പിന്നെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് ഞാൻ പറഞ്ഞല്ലോ വൈകിട്ട്. ഇപ്പം വേണ്ടേ അവന് മരുന്നൊക്കെ കൊടുത്തു, മരുന്നെല്ലാം കൊടുത്ത് ഇനി വേണ്ട കൂട്ടിനകത്തോട്ട് കയറ്റുക. വയ്യ, ഒരവശതയാ. ഫുഡ് രാവിലെ ഇച്ചിരി മീൻ കൊടുത്തു, അതിപ്പോൾ ഇച്ചിരി കഴിച്ചു. ഇങ്ങനെ അങ്ങ് ഇരിക്കുക. അതുകൊണ്ടോ ഒന്നും നോക്കട്ടെ, വൈകിട്ടാട്ടെ. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ വൈകിട്ടേ ഉള്ളൂ. ആ ചിറകിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല, ആഹാരം കഴിക്കുന്നൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വിവരങ്ങളൊക്കെ അറിയിക്കാം. ജോലിക്ക് പോവാണോ? ഓക്കെ. മോള് വിളിച്ചതാ അവന്റെ വിവരങ്ങൾ അറിയാൻ രാവിലെ. അവള് ജർമ്മനിയിലാ. ഇന്നലെ വിവരം അറിയിച്ചപ്പം പോലെ അവള് വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക്. അവൾക്കും അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം. കാരണം അവൾക്ക് ഇങ്ങനെയുള്ള എല്ലാത്തിനോടും ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഇവിടെ ഉണ്ടായിരുന്നെ ഇപ്പം കരഞ്ഞുകൊണ്ടിരുന്നേനെ. അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക്. അതാണ്ട് തണ്ണിമത്തങ്ങ തിന്നുന്നു. ഇവളെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ കൊണ്ട് 2-3-4 ദിവസം നടത്താറുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങളും ഒന്നും താങ്ങാൻ പറ്റത്തില്ല. അടുത്ത് കഴിഞ്ഞാൽ ഇവളെയും പതുക്കെ കൊണ്ട് മാറ്റണം.
ഒക്കെ ഇതൊക്കെയാണ് നമുക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്നത്. സങ്കടത്തിന് ഇടവരുത്തുന്നത്. ഇവർക്കൊക്കെ നമ്മൾ ഇത്രയും ഓമനിച്ച് വളർത്തിയിട്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്കതൊന്ന് താങ്ങാൻ പറ്റാത്ത ഒരു സങ്കടമായി. പിന്നെ ഒത്തിരി അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചത് പൂച്ചയോ വല്ലതും പിടിക്കുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഞങ്ങളും ഇവളെ അങ്ങ് വിടാമെന്ന് വെച്ചത്. ഇവള് നല്ല ഉഷാറായി. ഇപ്പോൾ കണ്ണി മരുന്ന് മാത്രം കണ്ണിൽ ആ മരുന്നിന്റെ പാട നിപ്പുണ്ട്. ഈ കണ്ണിൻ്റെ നമ്മുടെ ലെൻസിൻ്റെ മേളിൽ വരുന്ന ആ ഒരു ലെയർ ഇവളോ തുറക്കത്തില്ല. തുറക്കാത്തതുകൊണ്ട് കണ്ണിനുള്ളിലോട്ട് മരുന്ന് ഒഴിക്കാൻ വലിയ പ്രയാസം. വെള്ളം കൊടുക്കണ്ടേ? ആള് നല്ല ഉഷാറായിട്ടുണ്ട്. അതിൻ്റെ പേരെന്താ? പോകാൻ വേണ്ടിട്ടാ വിടാം നിന്നെ. ഇപ്പൊ അങ്ങ് വെളിയിൽ പോകാനാ പുള്ളിക്ക് അങ്ങ് വെപ്രാളം. മറ്റേ പോലെ പമ്മി ഇരിപ്പൊന്നും ഇല്ല. ഇപ്പം പോകാൻ വേണ്ടിയാ. കണ്ടോ? പോകാം പോകാടാ. കുറച്ച് ദിവസം കഴിയട്ടെ, കണ്ണിൻ്റെയൊക്കെ മാറട്ടെ നല്ലോണം കേട്ടോ. വെളിഭാഗം കണ്ടപ്പോഴത്തേക്ക് പോകണോ അതിന്? കണ്ടോ? കൂട്ടിക്കിടന്നാൽ പ്രശ്നമില്ല. ഇടട്ടെ ഇങ്ങോട്ടൊക്കെ നോക്കുക പോകാൻ വേണ്ടി. അവിടോട്ടെല്ലാം നോക്കുക. മണിക്കുട്ടന് വയ്യ, ഉവ്വാവ. തണ്ണിമത്തങ്ങ തിന്നുന്നുണ്ടിരുന്ന അവിടെ ഇരുന്ന്. പക്ഷേങ്കിൽ ഇരുന്ന് നിരങ്ങിയൊക്കെ വന്നിരുന്ന് കഴിക്കുന്നത്. വയ്യ, വിശപ്പുണ്ട് രാവിലെ. അതാ തണ്ണിമത്തങ്ങ തിന്നുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് തണ്ണിമത്തങ്ങ. പിന്നെ ചൂടത്തൊക്കെ കയറി വരുമ്പോൾ തണ്ണിമത്തങ്ങ തിന്നുക. മീനിനേക്കാൾ ഇഷ്ടം അവന് തണ്ണിമത്തങ്ങ. ഇപ്പം അവൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നിരുന്ന് കരയുന്നു ഇവനെ കാണാൻ. മുകളിലൊക്കെ വന്നിരുന്ന് കരയുന്നുണ്ട്. ഒരു 2 തുള്ളി ഡ്രോപ്സ് ഇവക്കൂടെ കൊടുക്കുക. നമ്മൾ ഇന്നലെ ഡോക്ടർ എഴുതി തന്ന ഡ്രോപ്സ് അതിനെല്ലാം ടോണിക്കാണ്. അതെ, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പിന്നെ ഒരു സുഹൃത്ത് കമൻ്റ് ഇട്ടിരുന്നു, ഈ സിപ്ലാക്സ് മേടിച്ച് കണ്ണിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന്. അപ്പം ഇന്നലെ ഞങ്ങളത് മേടിച്ചതേ അവൻ്റെ കണ്ണിൽ ഒഴിക്കുകയാണ്. സമ്മതിക്കത്തില്ലല്ലോ, പഴയ ആളല്ലേ ഇപ്പം. ആ ചെവിയിൽ ഈ കണ്ണിൽ ഒഴിക്കുന്നല്ലോ. അങ്ങനെ അവളെ ചാരൂരെ കൊണ്ട് കൂട്ടിലിട്ടു, ഫുഡ് കൊടുത്തു, എല്ലാം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടിട്ടു. ഇനി മണിക്കുട്ടൻ്റെ കാര്യത്തിലാണ് നമുക്ക് വിഷമം ഇപ്പോഴ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അവന് വേണ്ടിയിട്ട്. നിങ്ങൾക്കെല്ലാം മണിക്കുട്ടനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ടാറ്റ.